ഹേയ് 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 സ്കൂൾ അടച്ചേ ഹേയ് ഹേയ് അങ്ങനെ സ്കൂൾ അടച്ചേ ഹേയ് ഹേയ് സ്കൂൾ അടച്ചേ. എന്താ സന്തോഷം രണ്ടുപേർക്കും, പരീക്ഷ കഴിഞ്ഞല്ലോ അല്ലേ? അതെ അമ്മ, ഇന്നത്തെ കൂടെ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി ഞങ്ങൾക്ക് സ്കൂളിലും പോകണ്ട, രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്യണ്ട. അതെ അതെ, ഓർക്കുമ്പോ തന്നെ എന്തൊരു സമാധാനം. നാളെ മുതൽ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുന്ന ആലോചിക്കുമ്പോ എനിക്കാ സമാധാനം ഇല്ലാത്തത്. അമ്മയുടെ സമാധാനം ഒന്നും പോണ്ട, ഞങ്ങൾ മുത്തശ്ശിയുടെ അടുത്ത് താമസിക്കാൻ പോവാ. ആ മുത്തശ്ശിയുടെ അടുത്ത് പോയാൽ നല്ല സുഖമായിരിക്കും. അവിടെ പറമ്പിലും തൊടിയിലൊക്കെ ഓടിച്ചാടി നടക്കാലോ. റീനയും വരുന്നു പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് അവിടെയൊക്കെ ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല, പക്ഷെ അവൾ പറഞ്ഞു നീ പോകുന്നുണ്ടെങ്കിൽ ഞാനും വരാന്ന്. ഓ, അവൾ വരുന്നുണ്ടോ? എന്നാ നിങ്ങൾ 3 പേര് പോയിക്കോ. പിന്നെ ഒരു കാര്യമുണ്ട്, മുത്തശ്ശിയെ ഇടങ്ങാറൊക്കെ ഒന്നും ചെയ്യരുത്. മുത്തശ്ശിക്ക് വയ്യാത്തതാണ്. ഇല്ല അമ്മേ, ഞങ്ങൾ ഒരു ഇടങ്ങാറും ചെയ്യില്ല. മുത്തശ്ശിയെ സഹായിക്കാനാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. മുത്തശ്ശിയെ പാല് കറക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ ഞങ്ങൾ സഹായിക്കും. അതെ അമ്മ, മുത്തശ്ശിക്ക് ഒരു ഇടങ്ങാറും ഞങ്ങളെ കൊണ്ടുണ്ടാവില്ല. പിന്നെ പോകുമ്പോൾ എൻ്റെ സൈക്കിള് കൊണ്ടുപോകണം, എന്നിട്ട് വേണം അവിടെയൊക്കെ ഓടിച്ച് നടക്കാൻ. കഴിഞ്ഞ തവണ പോയപ്പോൾ കുറേ സ്ഥലത്ത് പോകാൻ വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ പുതിയ കളിസ്ഥലങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്, അവിടെയൊക്കെ പോകണം. ഓക്കെ, എന്നാൽ 2 പേരും പോയി ബാഗൊക്കെ പാക്ക് ചെയ്തോ. അച്ഛൻ വരുമ്പോഴത്തേക്കും കാര്യം ഞാൻ പറയാം. അമ്മേ, ഞങ്ങൾ വേഗം പോയി ബാഗൊക്കെ പാക്ക് ചെയ്യട്ടെ. മിന്നു, നീ എൻ്റെ കൂടെ പാക്ക് ചെയ്യുമോ? ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. അയ്യടാ, നിന്റെ ബാഗ് നീ തന്നെ പാക്ക് ചെയ്താൽ മതി, ആരും സഹായിക്കില്ല. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് എനിക്കൊരു ഹെൽപ്പും കിട്ടാറില്ലല്ലോ. ഓ, നിന്റെ ബാഗ് നീ തന്നെ പാക്ക് ചെയ്താൽ മതി, വെറുതെ അവളോട് വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. നീ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ നാളെ പറഞ്ഞേക്കില്ല കേട്ടോ. എനിക്ക് വന്നാലും പോണം, ഞാനിനി വഴക്കൊന്നും ഉണ്ടാക്കില്ല അമ്മേ. ഞാൻ തന്നെ ബാഗ് പാക്ക് ചെയ്തോളൂ. അങ്ങനെ വഴിക്ക് വാ. ഞങ്ങൾ വേഗം പോയി പാക്ക് ചെയ്യട്ടെ. ഈ കുട്ടികളുടെ ഒരു കാര്യം. അച്ഛാ, ഒന്ന് വേഗം വിട അച്ഛാ. ഇതെന്താ ഈ വണ്ടിക്ക് സ്പീഡും ഇല്ലേ? മോളെ, വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം, അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ സ്പീഡൊന്നും കൂട്ടാൻ പാടില്ല. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വണ്ടി വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ടേ ഓടിക്കാൻ പാടുള്ളൂ. നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഓടിക്കണം. നിനക്കെന്താ ഇത്ര ധൃതി? നമ്മൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് തന്നെയല്ലേ പോകുന്നേ, ഒന്ന് ക്ഷമിക്കേ. റീനയും വരുന്നു പറഞ്ഞിട്ടില്ലേ? എനിക്ക് അവളെ തോപ്പിക്കണം, എനിക്ക് ഫസ്റ്റ് അവിടെ എത്തണം. ഓ, അത് ശരി, അപ്പൊ അതിനാണ് ഈ മത്സരം. അവളെ തോപ്പിക്കാൻ നീ നോക്കിയാൽ അവളെക്കാൾ ഫസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തേണ്ടി വരും. ഒന്ന് പോടാ, അങ്ങനെയൊന്നും പറ്റില്ല. നിങ്ങൾ 2 പേര് തൽക്കാലം ഒന്ന് മിണ്ടാതിരിക്കി, എന്നാലേ ഞാൻ സ്പീഡിൽ ഓടിക്കൂ. ഇനി ആരെങ്കിലും വായി തുറന്നാൽ ഞാൻ മെല്ലെ പോകൂ. വേണ്ട അച്ഛാ, സ്പീഡിൽ തന്നെ പോയാൽ മതി. ഞങ്ങൾ ഇനി ഒന്നും മിണ്ടുന്നില്ല. അതാ നല്ലത്. മിണ്ടാതെ അവിടെ പോയിരുന്നോ. ചേച്ചിക്ക് അത് തന്നെ വേണം. വീട്ടിലെത്തി. മുത്തശ്ശിയോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നല്ല കുട്ടികളായി ഇവിടെ ഇരിക്കണം കേട്ടോ. ഓക്കെ അച്ഛാ, ഞങ്ങൾ നല്ല കുട്ടികളായി തന്നെ ഇരിക്കും. എന്നാൽ ഞങ്ങൾ പോവാണ് കേട്ടോ. റീന ഇപ്പോൾ വരും. ഓക്കെ മമ്മി. അങ്ങനെ മമ്മിയും ഡാഡി പോയി. എടി, നമ്മളെ ആർക്കും പിടിച്ചാൽ കിട്ടില്ല. അതെ ചേച്ചി, ഇനി നമുക്ക് ഇവിടുന്ന് അടിച്ചു പൊളിക്കണം. ദേ റീന വരുന്നു. എവിടെ? ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ നേരത്തെ എത്തിയോ? ഞാൻ അല്പം വൈകിപ്പോയി. ഞങ്ങളും ഇപ്പം എത്തിയതേ ഉള്ളൂ. അച്ഛനും അമ്മയും ഞങ്ങളിവിടെ ആക്കി പോയി. മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെക്കേഷൻ അടിപൊളിയാക്കാനാണ് ഇവിടെ വന്നതെന്ന് മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കിവിടെ വരാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് വേറെ എവിടെയെങ്കിലും ടൂർ പോകാമെന്നും വിചാരിച്ച, പിന്നെ നീ വിളിച്ചോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെന്താ, നിനക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ലേ? ഇവിടെ നല്ല രസാ. കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ചൂടല്ലേ? നമ്മൾ സിറ്റിയിലൊക്കെ വളർന്നിട്ട് ഇവിടുത്തെ ഈ വീട്ടിലൊന്നും നിൽക്കാൻ നമുക്ക് പറ്റുമെന്ന് തോന്നില്ല. ഭയങ്കര ചൂടും കൊതുകും എല്ലാം ഉണ്ട്. തുടങ്ങി അവളുടെ പൊങ്ങച്ചം പറിച്ചിൽ. നീ അതൊന്നും കാര്യമാക്കണ്ട, അവളെ നമുക്ക് മാറ്റിയെടുക്കാം. എന്നാ പറയുന്ന, നമുക്ക് അകത്തേക്ക് പോകാം, മുത്തശ്ശിയെ കാണണ്ടേ? ഓക്കെ ഓക്കെ, ഞാനെൻ്റെ ബാഗൊക്കെ എടുക്കട്ടെ. നോക്കിക്കോ, ഇവക്ക് ഞാനൊരു പണി കൊടുക്കും. എടാ, നീ അവൾക്ക് പണിയൊന്നും കൊടുക്കണ്ട. ഞാൻ വിളിച്ചിട്ടല്ലേ അവൾ വന്നത്, അപ്പം നമ്മൾ അവളെ കെയർ ചെയ്യണം. അതെന്തിനാ നമ്മൾ കയറുന്നത്? മുത്തശ്ശി അവളുടെയും കൂടെയല്ലേ. നമ്മുടെ മുത്തശ്ശി മാത്രമല്ലല്ലോ, അവളുടെയും മുത്തശ്ശിയല്ലേ. പിന്നെന്താ? അതൊക്കെ ശരിയാ, പക്ഷെ അവൾക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊന്നും വന്ന് താമസിക്കുന്നൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാ. വാ, നമുക്ക് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാം. മുത്തശ്ശി 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 എവിടെയുള്ളത്? കാണുന്നില്ലല്ലോ. മുത്തശ്ശിയുടെ പൊന്നുമക്കളിങ്ങ് വന്നു. എത്ര കാലായി മുത്തശ്ശി നിങ്ങളെ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം മുത്തശ്ശി. മുത്തശ്ശിയെ കാണാനുള്ള കൊതി കൊണ്ടാ സ്കൂള് പൂട്ടിയ ഉടനെ ഞങ്ങൾ ഓടി ഇങ്ങ് എത്തിയത്. ആ മുത്തശ്ശി, ഇന്നലെ സ്കൂള് പൂട്ടിയതല്ലേ ഉള്ളൂ. ഞങ്ങൾ അച്ഛനെ പറഞ്ഞ് നിർബന്ധിച്ച് ഇന്ന് തന്നെ ഇവിടത്തേക്ക് വരണമെന്ന് പറഞ്ഞു. ഓ
അതെന്തായാലും നന്നായി, എനിക്ക് ആളായല്ലോ. എന്റെ കൂടെ റീനയുണ്ട് മുത്തശ്ശി, അവളും ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ഓ, റീന മോളും വന്നിട്ടുണ്ടോ? അതെന്തായാലും നന്നായി. നിങ്ങൾ മൂന്നാൾക്ക് ഇവിടെ നിൽക്കാലോ. ഹായ് മുത്തശ്ശി, ഞാനും വന്നിട്ടുണ്ട്. എന്റെ സാധനങ്ങളൊക്കെ പുറത്തായിരുന്നുള്ളൂ, ഞാനത് എടുക്കാൻ പോയതായിരുന്നു. ഓ, അതിനാണ് പോയത്. മക്കൾക്ക് വിശക്കുന്നുണ്ടോ? എന്താ കഴിക്കാൻ വേണ്ടത്? എല്ലാവരും ഇങ്ങോട്ട് വാ. ആ, നല്ല വിശപ്പെട്ട്. മുത്തശ്ശി ഉണ്ടാക്കിയ നല്ല അടിപൊളി ചോറും കറിയും കൂട്ടാനാ ഞാനിവിടെ വന്നത്. എന്ത് ടേസ്റ്റാ മുത്തശ്ശി ഉണ്ടാക്കുന്ന ചോറിന്. എന്റെ അമ്മയ്ക്കൊന്നും അങ്ങനെ ഉണ്ടാക്കാനേ അറിയില്ല. മുത്തശ്ശി, ഇവിടെ നൂഡിൽസ് ഉണ്ടാകോ? എനിക്ക് നൂഡിൽസാ ഇഷ്ടം. നൂഡിൽസോ? അതെന്താ മോളു, അതിവിടെ ഉണ്ടാവില്ലല്ലോ. മോള് ചോറ് കഴിക്കില്ലേ? കണ്ടോ കണ്ടോ, അവള് വന്നപാട് തുടങ്ങിയത് കണ്ടോ. അവൾക്ക് നൂഡിൽസ് വേണം പോലും. ഇവിടെ എവിടുന്നാ നൂഡിൽസ് കിട്ടുക? അതെന്താ അവൾക്ക് അറിയില്ലേ? നീ ഒന്നും മിണ്ടാതിരിക്കി, അവൾ ചോറ് കഴിച്ചോളും. കഴിച്ചാ അവൾക്ക് കൊള്ളാം, അല്ലേ പട്ടിണി കിടക്കേണ്ടി വരും. മക്കള്, മക്കൾക്ക് ഞാൻ ചോറ് തരാം, ഒന്ന് കഴിച്ചു നോക്ക്, എന്നിട്ട് തീരുമാനിക്കാലോ നൂഡിൽസ് കഴിക്കണോ വേണ്ടേന്നൊക്കെ. ശരി മുത്തശ്ശി. നല്ല ടേസ്റ്റ് ഉണ്ട് മുത്തശ്ശിയുടെ ചോറിന്. ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശിയുടെ ചോറിന് നല്ല ടേസ്റ്റ് ആണെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ? അല്ല മുത്തശ്ശി, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരു കൂട്ടുകാരനില്ലായിരുന്നു, അപ്പു. അവനിപ്പോഴും അവിടെ ഉണ്ടോ? ആ മോനെ, അവനവിടെ തന്നെ ഉണ്ട്. അവനെവിടെ പോവാനാ? അവന്റെ വീട്ടിൽ കാണും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അവന്റെ കൂടെയായിരുന്നു ഞങ്ങൾ ഫുള്ള് കളിച്ചത്. എന്ത് രസമായിരുന്നു. അവനിവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ എല്ലാം പോവാൻ പറ്റി. ആരാണ് ഈ അപ്പു? എന്നാ എനിക്ക് അവനെ ഒന്ന് പരിചയപ്പെടുത്തിത്താ. ആ, നമുക്കിപ്പം തന്നെ അങ്ങോട്ടേക്ക് പോവാം. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അവന്റെ വീട്ടിലേക്ക് പോവാം. മുത്തശ്ശി, മുത്തശ്ശിയുടെ കറുമ്പി പശു ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ? അവളെ കാണാൻ കൊതിയായി. ആ, നമ്മുടെ കറുമ്പി പശു അല്ലേ, അവളിവിടെ ഉണ്ട്. അവളല്ലേ നിങ്ങൾക്ക് പാല് തരാൻ പോകുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോ ഞങ്ങൾ അവളെ നോക്കിയത്. ഞങ്ങൾ അവൾക്ക് പുല്ല് കൊടുക്കും, വെള്ളം കൊടുക്കും. എന്ത് രസമായിരുന്നു. അങ്ങനെ ഭക്ഷണവും കഴിച്ചു. മുത്തശ്ശി, ഇനി ഞങ്ങൾ അപ്പുവിന്റെ വീട്ടിലേക്ക് പോവട്ടെ? ആ മക്കളെ, പോയിക്കോളൂ. നിങ്ങൾ സൂക്ഷിച്ചു പോകണം കേട്ടോ. നിങ്ങൾ സൂക്ഷിച്ചു പോയിക്കോളൂ അമ്മൂമ്മേ. അപ്പു, അപ്പു, ഞങ്ങൾ എത്തി. നീ എവിടെ? അവന് നമ്മളെ മനസ്സിലാകോ? നമുക്ക് നോക്കാം അവന് നമ്മളെ മനസ്സിലാകുമെന്ന്. ഹായ്, നിങ്ങളിപ്പോ വന്നു? അപ്പൊ നിനക്ക് ഞങ്ങളെ മനസ്സിലായോ? ഞങ്ങൾ ഇന്നലെ സ്കൂള് പൂട്ടിയത് കൊണ്ട് ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നു. അത് നന്നായി, ഇനി നമുക്ക് ഇവിടുന്ന് ഒരുമിച്ച് കളിക്കാലോ. അമ്മു, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ നിമ്മി? ഞാനാണോ അപ്പു? നമുക്ക് ഇവന്റെ കൂടെ ഒന്നും കളിക്കണ്ട, ഇവനെ കാണാൻ ഒരു വൃത്തിയില്ല. അതെന്താ നിമ്മി? അവനൊരു പാവപ്പെട്ട കുട്ടിയല്ലേ, അവൻ നമ്മളോട് കളിച്ചാൽ എന്താ കുഴപ്പം? എന്തോ എനിക്ക് അവനെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളുമായിട്ട് അവൻ ചേരില്ല. നീ വിചാരിക്കുന്ന പോലെയല്ല, അവനുണ്ടെങ്കിൽ നല്ല രസമാ. അവനിവിടുത്തെ എല്ലാ സ്ഥലങ്ങളും അറിയാം. അപ്പം നമുക്ക് അവിടെയൊക്കെ പോയി കളിക്കാൻ പറ്റും. എന്നാ ശരി, നമുക്ക് നോക്കാം. വേറെ വഴിയില്ലല്ലോ, നിങ്ങൾ അവന്റെ കൂടെയല്ലേ കളിക്കൂ, പിന്നെ ഞാനെന്ത് ചെയ്യാനാ? അപ്പം നമുക്ക് നമ്മുടെ കുളക്കടവിലേക്ക് പോയാലോ? അതിനെന്താ, നമുക്ക് അവിടേക്ക് പോകാം. എന്നാ എല്ലാവരും വാ. ഐ, എന്ത് ഭംഗിയാ ഇവിടെ കാണാൻ. അതെ, നല്ല തെളിഞ്ഞ വെള്ളം. കാണുമ്പോ തന്നെ ആ വെള്ളത്തിൽ കുളിക്കാൻ തോന്നുക. അതെ, ഞാൻ ആ വെള്ളത്തിൽ പോയി ചാടിയാലോ? അയ്യോ, അതിൽ ചാടിയൊന്നും വേണ്ട, അതിന് നല്ല ആഴമുണ്ട്. നീ ഇവിടെ എത്തിയ പാടെ ഓരോ മണ്ടത്തരങ്ങൾ ചെയ്തു വെക്കല്ലേ. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്നാ വിചാരിക്കുന്നത്. നീ ആയിട്ട് അത് മുടക്കരുത്. നിങ്ങൾക്ക് ഞാനൊരു സാധനം തരാം, ഒരു മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യും. എന്താ സാധനം? ഓക്കെ, നീ വേഗം പോയി എടുത്തിട്ട് വാ. കണ്ടോ, ഇതിവിടെ ഉണ്ടായ അടിപൊളി പഴങ്ങളാ, കഴിച്ചു നോക്ക്. ഹായ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ചുവന്ന കളറ്. വെറുതെ അവൻ തരുന്നതൊന്നും വാങ്ങി കഴിക്കണ്ട, വയറ് കേടാവും. നീ കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട, ഞങ്ങൾ കഴിച്ചോളും. നല്ല ടേസ്റ്റ് ഉണ്ട്. എടി നിമ്മി, നിനക്ക് വേണോ? വേണമെങ്കിൽ കഴിച്ചോ, പിന്നെ കിട്ടൂല കേട്ടോ. അതെ, പിന്നെ വരുമ്പോഴേക്ക് ഇതൊക്കെ തീരും. എനിക്കൊന്നും വേണ്ട, നിങ്ങൾ കഴിച്ചോ. ഹായ്, നല്ല രസമുണ്ടായിരുന്നില്ലേ? നമ്മളിന്ന് കുളം കാണാൻ പോയി, ആമ്പൽപ്പൂ പറിച്ചു, എന്ത് രസമായിരുന്നു. നാളെ നമ്മൾ എവിടെയാ പോവുക? നാളെ നമുക്ക് വേറെ ഏതെങ്കിലും പുതിയ സ്ഥലത്ത് പോവാം. നാളെ നമുക്ക് നെൽവയൽ കാണാൻ പോവാം. പിന്നെ ഒരു കാര്യം, ആ അപ്പുവിനെ ഒന്നും കൂട്ടണ്ട, നമ്മൾ മൂന്നാൾ മാത്രം പോയാൽ മതി. നിനക്കെന്താ അപ്പുവിനോട് ഇത്ര ദേഷ്യം? അവനുണ്ടെങ്കിൽ നല്ല സുഖമല്ലേ, അവനല്ലേ എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തോ എനിക്ക് അവനെ ഇഷ്ടപ്പെടുന്നില്ല, അവനൊരു വൃത്തിയില്ല. റീന, നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുകയും അവരുടെ കൂടെ ഇടപഴകുകയൊക്കെ ചെയ്യണ്ടേ? നമ്മൾ എന്നാലല്ലേ നല്ല കുട്ടികളാവൂ. എനിക്കങ്ങനെ നല്ല കുട്ടിയൊന്നും ആവണ്ട. ഓക്കെ, എന്നാ ശരി, നമുക്ക് നാളെ അവനെ കൂട്ടണ്ട, നമുക്ക് മൂന്നാൾക്കും കളിക്കാൻ പോവാം. അല്ല, നമ്മുടെ റീന എവിടെ? അവള് കുറെ നേരമല്ലേ പോയിട്ട്. ആ ശരിയാ, അവൾ ആ പൂ പറിക്കാൻ പോയിട്ട് അവളെ കാണുന്നില്ലല്ലോ. എന്നാ നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. റീന, റീന, ദേ റീന വെള്ളത്തിൽ നിന്ന് കരയുന്നു. എവിടെ? അയ്യോ, എന്നെ രക്ഷിക്കണേ, ഞാൻ വെള്ളത്തിൽ വീണേ. അയ്യോ റീന, നീ എങ്ങനെ വെള്ളത്തിൽ വീണത്? ഞാനൊരു പൂ പറിക്കാൻ ഇറങ്ങിയതായിരുന്നു, അപ്പോഴേക്കും ഞാൻ കാല് വഴുതി വെള്ളത്തിൽ വീണു. എന്നെ ഒന്ന് രക്ഷിക്ക്. പേടിക്കണ്ട, നിന്നെ ഞാൻ രക്ഷിക്കാം. ആ വേഗം ഈ വടിയിൽ പിടിച്ച് കയറിക്കോ. ഞാൻ വടിയിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ
രക്ഷപ്പെട്ടു. അപ്പൊ നീയാണ് എന്നെ രക്ഷിച്ചത്. ഇതിപ്പോ ആര് വെള്ളത്തിൽ വീണാലും ഞാൻ അവരെ രക്ഷിക്കും. അപ്പൊ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ ഒരുപാട് അവോയ്ഡ് ചെയ്തു. ഇനി നിന്നോട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇനി നമ്മൾ